ഇന്ന് നമ്മൾ വറ്റമീൻ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വറ്റ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരഞ്ഞു കൊടുത്താലേ നമുക്ക് മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ട മസാല റെഡിയാക്കാനായിട്ട് ഒരു പിടി ചെറിയുള്ളി, ഒരു പിടിയിൽ അതിന് കുറച്ചും കൂടെ വേണം, പിന്നെ ഒരു 5-8 വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. മസാല എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം എടുക്കാം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി നമ്മളൊരു മിക്സീൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളി, പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ മസാലപ്പൊടികൾ മഞ്ഞൾ, മുളക്, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ഇട്ടതിന് ശേഷം ഈ ടീസ്പൂണിൽ തന്നെ 3 ടീസ്പൂൺ ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ മീനിലേക്ക് പുരട്ടേണ്ട മസാലയാണിത്. അപ്പോൾ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള മീനൊക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ മീനിന് വേണ്ട എത്രയാണോ അതിനനുസരിച്ച് മസാല അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ബാക്കി മസാല നമുക്ക് ലാസ്റ്റ് ആവശ്യമാണ്, അത് മാറ്റി വെച്ചേക്കുക. അങ്ങനെ നമ്മൾ ഈ മീനിൻ്റെ മുകളിൽ എല്ലായിടത്തും ഉള്ളിലും എല്ലായിടെയും ആകുന്ന വിധത്തിൽ ഓരോരോ മീനിൻ്റെ മുകളിലും നമ്മൾ മസാല നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ മേലെ മാത്രമല്ല അതിൻ്റെ സൈഡിലും എല്ലാം ചെരിച്ചും തിരിച്ചുമൊക്കെ ഇട്ടിട്ട് വേണം മീനിൽ. ഇത് കുറച്ച് തടിപ്പുള്ള മീനാണ്, അയില പോലെ തന്നെ ഒരു മീനാണ്. അപ്പോൾ മസാല നന്നായിട്ട് എല്ലായിടെയും ഉണ്ടെങ്കിൽ മാത്രമേ മീനിനും ആ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. മസാല നമുക്ക് ഉള്ളിലോട്ട് കയറിയാൽ മാത്രമേ ഫ്രൈ ചെയ്താൽ ഇതിനൊരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ, ഉപ്പും പുളിയൊക്കെ പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ചില ഇൻഗ്രീഡിയൻസും കൂടി ആവശ്യമാണ് ഇത് ചെയ്തെടുക്കാൻ. അതിനായിട്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട കറിവേപ്പില, ഒരു 3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി പാന് ചൂടാകാൻ വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളെടുത്ത കറിവേപ്പിലയെല്ലാം നിരത്തി വെച്ച് കൊടുക്കുക. ഈ കറിവേപ്പില വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ അടിക്ക് പിടിക്കുകയില്ല. അതുപോലെ തന്നെ ഈ കറിവേപ്പിലേൻ്റെ ഒരു സ്മെല്ല് ഈ വെളിച്ചെണ്ണേൻ്റെ കൂടെ കൂടുമ്പോൾ നല്ല പൊരിച്ച മീന് നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ എണ്ണയിലേക്ക് എല്ലാ മീനും നിരത്തി വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുക. എന്നുവെച്ചാൽ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് വെച്ചാൽ ആ മസാലയൊക്കെ നന്നായിട്ട് അവിടെ പിടിച്ച് നിൽക്കും, അല്ലെങ്കിൽ എല്ലാം എണ്ണയിൽ കലങ്ങിപ്പോവും. ആദ്യം ഇടുമ്പോൾ തന്നെ നല്ല ഫ്ലെയിമിൽ വെക്കുക, പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ രണ്ടാമത്തെ ഭാഗം മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ആ മീനിൻ്റെ ആ ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കുക. അപ്പോൾ ഒന്ന് മൊരിഞ്ഞ് നന്നായി വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രൈ ചെയ്ത ഫിഷിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി വരുന്ന എണ്ണ നമ്മൾ കളയുന്നില്ല. ഇനി ഈ എണ്ണയിൽ തന്നെ നമ്മൾ ഈ കറിവേപ്പിലയെല്ലാം ഒന്നങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം കളയാണ്ട് തന്നെ എല്ലാം സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ മസാല ആവശ്യമാണെങ്കിൽ ഒരു സവാള എന്നുള്ളത് 2 ആക്കാം. അത് നല്ലോണം ഈ മീൻ പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഫ്രൈ ആവണം. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ സവാളയിൽ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് അതിൻ്റെ വെള്ളാംശം പോകണം. അതൊന്ന് വാടി നന്നായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും ഇതുപോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതും നന്നായിട്ട് ഈ മസാലയായിട്ട് മിക്സായി വരണം. വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന മസാല നമ്മൾ ഫിഷിലേക്ക് പുരട്ടാനെടുത്ത ആ മസാല ഈ കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഉണ്ട്, ചെറിയുള്ളി വെളുത്തുള്ളീൻ്റെ ഒക്കെ പച്ചമണമൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറുന്ന വിധത്തിൽ നന്നായിട്ട് ഇതിനെ ഈ എണ്ണയിൽ നിന്ന് വഴറ്റിയെടുക്കുക. വഴണ്ടി വന്നതിന് ശേഷം അതിൻ്റെ എണ്ണയിലൊന്ന് തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫിഷ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക്, ഈ ഫിഷിൻ്റെ മുകളിലേക്ക് പൊത്തി കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗവും കവർ ചെയ്തതിന് ശേഷം
ഒരു 5 മിനിറ്റ് അല്ലെ ഒരു 10 മിനിറ്റും കൂടെ ഈ മൊരിഞ്ഞ ആ മണം ആ ഉള്ളീൻ്റെ എല്ലാം മിക്സായി ആ ഒരു നല്ലൊരു മണം വരുന്നത് വരെയും നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരത്തേക്ക് അതിനെ വെച്ചേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. ഇനി നമ്മളിത് ആയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ്. നിങ്ങളിത് ഉണ്ടാക്കി തന്നെ നോക്കണം, എന്നിട്ട് മാത്രം അഭിപ്രായം പറയാം. അപ്പോൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻസിലേക്കൂടെ അറിയിക്കുക. എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം.